സാർ നമസ്കാരം. നമസ്കാരം. ഇലക്ഷൻ അങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കണം. ഈ ഇലക്ഷൻ്റെ പ്രചരണ പരിപാടികളൊക്കെ ഒരു കക്ഷി നടത്തുന്ന പ്രചരണ പരിപാടി മറ്റൊരു കക്ഷിക്ക് വലിയ മാർഗതടസ്സം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വോട്ടുകളെ അത് സ്വാധീനിക്കും എന്നുള്ള ചില ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ എന്നറിഞ്ഞുകൂടാ. പരസ്പരം മുന്നണികൾ ചെളിവാരി എറിയുന്നതിനിടയിൽ ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ FB കുറിപ്പ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ മീഡിയ ആയ FBയിലേക്ക് കേരള ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു കത്ത് പോയി. അപ്പോൾ കേരള ആഭ്യന്തര വകുപ്പിൻ്റെ കത്ത് കിട്ടിയതിൻ്റെ പേരിൽ, ലീഗലി അങ്ങനെ ഒരു കത്ത് കിട്ടിയതിൻ്റെ പേരിൽ അവർ വി ഡി സതീശൻ്റെ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തു. പോലീസ് ആവശ്യപ്പെട്ട ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തു. അത് വി ഡി സതീശൻ്റെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം, എന്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്തു ഫോർ വാട്ട്, അവർ പറയണത് ഈ അഭിമുഖം കാണുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുമ്പോൾ ഈ അഭിപ്രായങ്ങൾ സാമുദായിക സംഘർഷം ഉളവാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിന് വഴിവെക്കുന്ന രീതിയിലേക്ക് മാറുന്നു. സോ അത് ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കത്ത് പോയതെന്ന് പറയുന്നത്. ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി തൃശ്ശൂരിൽ ഒരു കൺവെൻഷനിൽ, ഇലക്ഷൻ കൺവെൻഷനിൽ സംസാരിക്കാൻ എത്തിക്കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെ വി ഡി സതീശൻ്റെ FB കുറിപ്പ് എഡിറ്റ് ചെയ്തു FBയിൽ, അതിന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കത്ത് പോയിട്ടാണ് അങ്ങനെ ചെയ്തത്, എന്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൽ വെറുതെ അവിടെ നമ്മളൊരു വാഴ ആയിരിക്കുന്ന ഒരു ശമ്പളം മേടിക്കുക എന്നുള്ള, ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്ന ഒരു സ്ഥാനം മാത്രം വേണമെങ്കിൽ താത്വികമായ ഒരു അവലോകനം നടത്തിയാൽ ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ അറിയുന്നില്ല. ഇതെന്താണ്? അതായത് വി ഡി സതീശൻ്റെ FB കുറിപ്പ് എഡിറ്റ് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സമീപിക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം, എല്ലാ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഈ വിവിധ രാജ്യങ്ങളിലും എല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിലും രാജ്യത്തും ആഭ്യന്തര വകുപ്പിൽ എന്തും ആകാവുന്നതാണ്. ഇവിടെ ഒരു നാഥനില്ലാ കളരിയായി മാറും. അപ്പോൾ വളരെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അതിനെ നേരിടാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ നമുക്കത് എന്താണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്നലെ കൂടി അത് പബ്ലിക് ഡൊമൈനിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ആ സ്പീച്ച്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രത്തോളം ബാലിശമായൊരു മറുപടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയും. തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് കണക്കാക്കി പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റിതര കക്ഷികളുടെയൊക്കെ ഇതുപോലുള്ള FB കുറിപ്പ് വരെ ഇവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു വശത്ത് PRD വഴി, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി സ്വന്തം നേട്ടങ്ങളെ മഹത്വവൽക്കരിക്കുകയും അതിന് വ്യാപകമായ പ്രചരണം കൊടുക്കുകയും ചാനലുകൾ വഴിയെല്ലാം സർക്കാരിന് തന്നെ പണം കൊടുത്ത് സ്വന്തം നേട്ടങ്ങളെ മഹത്വവൽക്കരിക്കുന്നു. മറുവശത്ത് തൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചെറിയ വിമർശനങ്ങളെപ്പോലും വിമർശനങ്ങളിൽ പോലും അസഹിഷ്ണുവാവുകയും അത് എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാമെന്ന് പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പരിശോധനയ്ക്കിടയ്ക്കാണ് വി ഡി സതീശൻ്റെ അഭിമുഖം, ഇൻ്റർവ്യൂ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും കേരളത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും. സാർ ഒന്ന് ഇടപെട്ടോട്ടെ. വി ഡി സതീശൻ്റെ അഭിമുഖം FBയിൽ വരുമ്പോൾ അത് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ഉള്ള തക്ക രീതിയിലുള്ള കാര്യമാണ്. അത് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നില്ല. അതായത് വി ഡി സതീശൻ്റെ ഈ അഭിമുഖം കാണുന്ന ആളുകൾ അഭിപ്രായങ്ങൾ FBയിൽ രേഖപ്പെടുത്തുമ്പോൾ ആ അഭിപ്രായങ്ങൾ വായിക്കുമ്പോൾ പരസ്പരം സമൂഹത്തിലൊരു സംഘർഷം ഉണ്ടാകുക, അത് കലാപത്തിലേക്ക് നയിക്കാം എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ കലാപകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. സതീശൻ പ്രൊവോക്കേറ്റീവ് ആയതുകൊണ്ടാണുള്ള കമൻ്റ് അത്തരം വരുന്നത്. ഒന്ന് ആലോചിച്ച് സതീശൻ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ അതിന് റെസ്പോണ്ടിങ് ആയിട്ട് കമൻറ്റ് വരുന്നത്.
അപ്പോൾ ഈ കമൻറ്റുകൾ ഇട്ടത് കൊണ്ട് പരസ്പരമുള്ള സംഘർഷം, ഓരോ കമൻറ്റും വാശിക്ക് ഒരു ഗോളടി തെക്കൻ ഗോളടി അല്ലെ ഗോളടിക്കുമ്പോൾ കൈയടിക്കുന്ന പോലെ ഓരോ കമൻറ്റിനും പ്രോത്സാഹനം കൊടുത്ത് രണ്ട് കൂട്ടരെ രണ്ട് ചേരിയായിട്ട് തിരിയുന്നൊരു രീതി ഇവിടെ കേരളത്തിൽ പല പ്രാവശ്യമുണ്ട്. സാർ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രിയുടെ ശാരീരിക ഭാഷയും മുഖ്യമന്ത്രിയുടെ സംസാര ഭാഷയൊക്കെ നമ്മൾ പൊതുമാധ്യമങ്ങളിൽ വരുമ്പോൾ ജനങ്ങൾ ഇടുന്ന കമൻറ്റുകൾ നോക്കാം. അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു ഒരാളോട്, ചോദ്യം ചോദിച്ച ഒരാളോട്. പിറ്റേ ദിവസം, ഞാൻ വഴി മാറി പോകുന്നില്ല, മുഖ്യമന്ത്രിക്ക് എതിരെ എന്ന് തോന്നുന്ന പരാമർശങ്ങൾ ആര് നടത്തുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് വിമർശനാത്മകമായിട്ട് ആര് പെരുമാറുന്നുവോ അവരോടെല്ലാം മുഖ്യമന്ത്രി ഇത്തരത്തിൽ പെരുമാറും. മുഖ്യമന്ത്രി ഒരു വേദിയിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ അവതാരക പറഞ്ഞു, ഇത്രയും നേരം മനോഹരമായ ഒരു പ്രസംഗം, കാര്യമാത്ര പ്രസക്തമായ പ്രസംഗം കാഴ്ചവെച്ച ഞങ്ങളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഔപചാരികമായ ഒരു രീതിയാണത്. മുഖ്യമന്ത്രി അപ്പോൾ അവരോട് പറഞ്ഞത്, അമ്മാതിരെ കമൻ്റ് ഒന്നും വേണ്ട. അപ്പോൾ അതിനുശേഷം വേറൊരു ചടങ്ങിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുമായി സെൽഫി എടുക്കാൻ വേണ്ടി ഒരു ഇടതുപക്ഷ പ്രവർത്തക, അവരവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറുമാണ്, അവിടെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, അവർ ഒരു സെൽഫി എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ആട്ടി ഓടിക്കുന്നത് കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വിമർശനാത്മകമായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിരക്കാത്ത കാര്യങ്ങളെന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ മറ്റ് ഒരു മാനം കൂടി നമ്മൾ കാണുന്നുണ്ട്. പിറ്റേ ദിവസം അവർ മാധ്യമങ്ങളിൽ വന്ന് ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയുന്നൊരു രീതി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പാർട്ടിക്കാരോ മുഖ്യമന്ത്രിയുടെ പാർശ്വവർത്തികളോ ഇവരെ ഭീഷണിപ്പെടുത്തി പിറ്റേ ദിവസം മാധ്യമങ്ങളെ അയച്ച് ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇവർ പറയാണ് മുഖ്യമന്ത്രിയാണ് ശരി. മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് തെറ്റുപറ്റി, ഞാൻ മുഖ്യമന്ത്രിയോട് സെൽഫി ചോദിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചത്, മുഖ്യമന്ത്രി തെറ്റുകാരനല്ല. അപ്പോൾ ഒരു ഉപജാപക വൃന്ദം മുഖ്യമന്ത്രിയെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു, മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. പറഞ്ഞു വന്ന് കമന്റ് ബോക്സിൽ വരുന്ന അഭിപ്രായങ്ങളാണ്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കമന്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി നിങ്ങൾക്ക് സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്ക് നീതിയുക്തമായ രീതിയിൽ ന്യായയുക്തമായ രീതിയിൽ മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കും എന്ന കമന്റുകൾ വന്നു. അത്തരം കമന്റ് നിങ്ങൾ വോട്ട് ചോദിച്ച് അങ്ങനെ അടുത്ത് വരണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്പോഴും ഞങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ ചെന്ന് വോട്ട് ചോദിച്ചാൽ മതി എന്ന് ഞങ്ങൾ പറയാൻ നിർബന്ധിക്കരുതെന്ന് സാധാരണ ജനങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ ഇതിനകത്തൊരു വലിയ മൗലിക പ്രശ്നമുണ്ട്. ഞാൻ അധികാരം കൈയാളും, അത് ചിലപ്പം ഒരു സ്കൂളിലെ പ്യൂണിൻ്റേതായിരിക്കാം, വില്ലേജ് ഓഫീസിലെ പ്യൂണിൻ്റേതായിരിക്കാം, വില്ലേജ് ഓഫീസറുടെ ആയിരിക്കാം, RDOയുടെയോ കളക്ടറുടെയോ ചീഫ് സെക്രട്ടറിയുടെയോ ഇന്ത്യൻ പ്രസിഡൻ്റ് വരെ അതങ്ങോട്ട് പോകാം. ഈ അധികാരം കൈയാളും അതിനെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ആർക്കും അനങ്ങാൻ പറ്റില്ല. കാരണം അതിനെല്ലാം ഈ ക്ലോസ് കൊണ്ടുവരും. അല്ല, അധികാര സ്ഥാനങ്ങളെ വിമർശിച്ചു. പിന്നെ രണ്ടാമത് പ്രൊവോക്കേറ്റീവായിട്ട് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു 10 ഉദാഹരണം കേരളത്തിൽ പ്രസംഗം കൊണ്ട് പ്രൊവോക്കേഷൻ ഉണ്ടാവുകയും കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയ മദനിയെ കൈപിടിച്ച് കൂട്ടിയ ആളാണ് ഈ പിണറായി വിജയൻ. മറക്കരുത്, മദനിയുടെ കൈപിടിച്ച് സ്വീകരിച്ച ആളാണ് പിണറായി വിജയൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ നേതാക്കൾ എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്ന ആളുകൾ, ഇടുക്കിയിലെ MM മണി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചപ്പോഴും അത് നമ്മളുടെ ആർക്കൈവ്സിൽ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കാം. അത്രത്തോളം പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഈ ആളുകളാണ് ഇപ്പോൾ സാമുദായിക സംഘർഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള കമന്റുകൾ വരുന്നു. അതുകൊണ്ട് ഇത് നീക്കം ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു അന്താരാഷ്ട്ര മാധ്യമമായ ഈ FBA വരെ എങ്ങനെ കത്തയച്ച് തെറ്റിദ്ധരിപ്പിച്ചു ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് അവർക്കറിയില്ല. ഇവിടെ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം അവരത് ബാധ്യസ്ഥരാണ് ചെയ്യാനായിട്ട്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അതിലാരെങ്കിലും അനധികൃതമായ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ, ഇപ്പോൾ ഞാനോ സാറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ലീഗലി ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അവരുടെ രീതി അതാണ്. ഇത് ഒരു കാര്യം താങ്കൾക്കറിയാം, ഈ ഫേസ്ബുക്ക് അഡ്മിനിസ്ട്രേഷന് കേരള പോലീസിൽ നിന്ന് ധാരാളം നമുക്കറിയത്തില്ല, പിണറായി വിജയൻ അറിയത്തില്ല, നമുക്കും അറിയത്തില്ല, IG അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, എല്ലാവർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു പോകാം. അല്ല, പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടില്ല ഏതെങ്കിലും പോലീസുകാർ അയച്ചതായിരിക്കും. ഇങ്ങനെ ഒരു ലെറ്റർ പോകണമെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ഫേസ്ബുക്കിന് ഇങ്ങനെയുള്ള ലെറ്റർ, കേരളത്തിന് ഔദ്യോഗിക ലെറ്റർ പോവുകയില്ല. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ പറയുന്നു, പിണറായി വിജയനെതിരായി കമൻറ്റും ലേഖനങ്ങളും വന്നു കഴിഞ്ഞാൽ, കുറിപ്പുകൾ വന്ന് ഫേസ്ബുക്ക് കുറിപ്പുകൾ പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ കലാപം ഉണ്ടാകും എന്ന് സമ്മതിക്കുക എന്നാണ് അർത്ഥം. എന്താ? ആരാണ് കലാപം ഉണ്ടാക്കുന്നത്? പിണറായി വിജയനെ സ്നേഹിക്കുന്നവരാണ് കലാപം ഉണ്ടാക്കുന്നത്. അതെ, മറ്റൊരു വിഭാഗം കലാപം ഉണ്ടാക്കുന്നതിന് പറയുന്നില്ല. കലാപം ഉണ്ടാക്കണമെങ്കിൽ മറുവശം ഉണ്ടാകണം, കലാപം ഉണ്ടാക്കാനായിട്ട് മറുവശം ഉണ്ടാകണം. ഇവിടെ ഒരു വശമേ ഉള്ളൂ. അല്ല, ഇവിടെ ഇത്രത്തോളം വിമർശനാത്മകമായ രീതിയിൽ ഞാൻ വിമർശനാതീതനാണ്
എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുമ്പോൾ ഇതിപ്പോൾ വി ഡി സതീശൻ്റെ FB കുറിപ്പിൽ മാത്രമല്ലല്ലോ സാറേ, ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ വീട്ടിൽ പോയി ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. ഒരു കലാപുണ്ടാക്കലാണ്. ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, നമ്മുടെ രാഷ്ട്രീയ അനുഭാവം ഏത് പാർട്ടിയോടാവട്ടെ, പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എനിക്കും താങ്കൾക്കും ഉള്ള ന്യായമായ സംശയങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയെ നമുക്ക് എപ്പോഴും കണ്ടുകിട്ടുന്ന ഒരു പ്രതിഭാസമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ സാധിക്കില്ല, അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചുറ്റുപാട് നിലയിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ CMA ഒരു സംശയം ഉണ്ടെന്നും ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്താണ് ആ കാര്യം എന്ന് പോലും ചോദിക്കാതെ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഞാൻ മനസ്സിലാക്കി കൊടുത്തത് എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അത് ഭരണഘടനാ ലംഘനം തന്നെയാണ്, സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ്. അല്ല, ആ ചോദിച്ച മനുഷ്യൻ ഒരു വോട്ടിൻ്റെ അവകാശിയാണ്. ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ള ആളാണ് ചോദിച്ചിരിക്കുന്നത്. ആ വോട്ട് പിണറായി വിജയൻ അനുകൂലമാകാം പ്രതികൂലമാകാം. ചിലപ്പം ധർമ്മടത്താണ് ആ വോട്ടെങ്കിൽ ചിലപ്പോൾ ഒരു വോട്ടിനെ ജയിക്കുന്ന സന്ദർഭം ഉണ്ടാകാം. അപ്പോൾ അയാൾ അത്രയ്ക്ക് മാത്രം നിർണായകമായ പോസ്റ്റുള്ള ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഒരു വോട്ടർ, ഏറ്റവും പരമപ്രധാനമായ വ്യക്തി. ആ വ്യക്തി ഒരു ചോദ്യം ചെയ്യുമ്പോൾ നീ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആരാണ്? സാർ, അല്ല, വോട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. വോട്ടില്ല എന്നുണ്ടെങ്കിലും ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണത്. ജനങ്ങളാൽ നിയുക്തമാക്കപ്പെട്ട സർക്കാരാണ്. അതാണല്ലോ ജനാധിപത്യത്തിന്റെ വിശുദ്ധി. അപ്പോൾ ജനങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആൻസറബിൾ പേഴ്സണാണ് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെ. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആരും ആയിക്കട്ടെ, അതിനൊക്കെ അവരോട് പെരുമാറ്റ രീതികളും ഉണ്ട്. ഇയാൾ യാതൊരു തരത്തിൽ അസഭ്യമായ രീതിയിൽ ഒന്നും പറഞ്ഞില്ല, കൂക്കി വിളിച്ചില്ല. മാത്രമല്ല ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വോട്ട് ചോദിക്കാൻ വന്നിരിക്കുക. എങ്ങനെ വോട്ട് ചോദിക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ഒരു വോട്ടർക്ക് അറിയണ്ടേ. അല്ലാതെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, ഒരിക്കലും പബ്ലിക്കിന് ചെല്ലാൻ പറ്റില്ല, പബ്ലിക് അത്രയും ചോദ്യം ചോദിക്കില്ല. പബ്ലിക്കിനെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനോട് ഇത്രത്തോളം അസഹിഷ്ണുതാ മനോഭാവത്തോടെ മുഖ്യമന്ത്രി പെരുമാറുമ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന് അധികകാലം മുന്നോട്ട് പോകില്ല. ഇത് ഇന്റലിജൻസ് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അസഹിഷ്ണുത മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിയിലും സംസാര രീതിയിലും ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് വി ഡി സതീശൻ്റെ ഈ FB കുറിപ്പ് കട്ട് ചെയ്യിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രി അറിയാണ്ട് ആഭ്യന്തര വകുപ്പിൽ എവിടെയും ഒരു കാര്യം നടക്കില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി. കേരളത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ആഭ്യന്തര വകുപ്പിൽ ഒരു ഈച്ച പാറില്ല. DGP റവാദ ചന്ദ്രശേഖരൻ്റെ പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണ് വി ഡി സതീശിനെതിരെ ഇങ്ങനെ ഒരു കത്ത് FBക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ചോറുണ്ടെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മോഡി അത് തന്നെ ചെയ്തിട്ടുണ്ട്. അതെ, അഭിനവ് വിശ്വായി ദൂരദർശനെ കട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, എപ്പോഴും ഈ ഭരണാധികാരികള് ഞങ്ങൾ വിമർശനാതീതരാണ് എന്നൊരു രീതിയിൽ ഒരു സെക്കൻഡ് ഉപയോഗിച്ച വാക്ക് ഭരണാധികാരി എന്ന് പറയുന്ന വാക്കിന് ഇവർ ഭരിക്കുന്നവനുള്ള അർത്ഥത്തിൽ നല്ലതാണ്. ഭരണം അധികാരത്തോടെ കൈകാര്യം ചെയ്യുന്നത് വേറെ. അധികാരിയാകുമ്പം അടിച്ചമർത്താനുള്ള വാസനയും കൂടും. അധികാരിയാകാൻ പാടില്ല. അല്ല, അതാണ് അവിടെ തന്നെ മറ്റൊരു സാർ പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടി അതൊന്ന് ചേർത്ത് പറയാം. ഇത് നമ്മുടെ സേവകരാണെന്നേ, അവർ പൊതുജന സേവകരാണെന്നേ. അതിനെയാണ് നമ്മൾ അധികാരം എന്ന് പറയുന്നത്. എനിക്കോ സാറിനോ കയറി നിന്നിട്ട് അല്ലെങ്കിൽ മറ്റൊരു പൗരനോ കയറി നിന്നിട്ട് അവിടെ ക്ലിഫ് ഹൗസിൽ കയറി നിന്നിട്ടോ സെക്രട്ടേറിയറ്റിൽ കയറി നിന്നിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അതിന് നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവിടെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ന്യായയുക്തമായ നീതിയുക്തമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നത്. നമ്മുടെ സേവകരാണ്. അപ്പോൾ ആ ഒരു ബോധ്യം ഇവർക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ പേരിൽ അധികാരപ്രമത്തത തലയ്ക്ക് പിടിച്ചതിൻ്റെ പേരിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നായാലും ഉണ്ടാകുന്നത്, മറ്റിതര രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്നും. ഇവിടെ താങ്കൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വീണ്ടും അതുപോലെ നല്ല കോറിലേഷൻ ഉണ്ടാവുകയാണ്. അധികാരപ്രമത്തത എന്ന് പറയുമ്പോൾ അത് അധികാരപ്രമത്തത ബാധിച്ചൊരാൾക്ക് അത് നഷ്ടപ്പെടും എന്നുള്ള തോന്നൽ അയാൾ എവിടെ എത്തിക്കും? തീർച്ചയായും. അല്ല, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും ഇതുപോലുള്ള FB കുറിപ്പുകൾ ഒരുപക്ഷെ എഡിറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഒരുപക്ഷെ FB കുറിപ്പ് തന്നെയല്ല, ഒരുപക്ഷെ കേരളത്തിൽ ഇനി ഇറങ്ങാനിരിക്കുന്ന പ്രചരണ തിട്ടൂരങ്ങളിൽ വരെ ആ എഡിറ്റിംഗ് നടന്നേക്കാം. ഒരുപക്ഷെ നമ്മളുടെ ഈ വീഡിയോ തന്നെ എഡിറ്റിന് വിധേയമാക്കപ്പെടാം എന്നുള്ളത് നമുക്കറിയില്ല. കാത്തിരിക്കാം.